മണ്ണ് സ്ലിപ്പായി പുന്നപ്പുഴയിലൂടെ കുത്തൊഴുകി പോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഉരുൾപൊട്ടൽ നടന്നു എന്നതിന് അർത്ഥമില്ല. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല. അധികൃതർ അവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ പോലീസ് സംവിധാനവും അവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും ഇപ്പോൾ പുന്നപ്പുഴയിൽ ഈ കുത്തൊഴുക്ക് വന്നതിനെ തുടർന്ന് ബെയിലി പാലത്തിന് സമീപത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് മോഹനും അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട്. സാനിയോ ഉണ്ട് നമുക്കൊപ്പം. സാനിയോ, ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. അവരിപ്പോൾ ആദ്യം പരിശോധിക്കുക ഒരുപക്ഷേ ബെയിലി പാലത്തിന് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നതായിരിക്കും അല്ലേ? അതെ അരുൺ, അതായത് ഒരു തരത്തിലും അടിയന്തര സാഹചര്യം ഇല്ല എന്നുള്ള സമാധാനപൂർവ്വമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അവിടെയൊന്നും ഇപ്പോൾ ആൾതാമസമില്ല, വീടുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. പക്ഷേ അങ്ങോട്ടേക്കുള്ള യാത്ര, സ്വാഭാവികമായും മഴക്കാല യാത്രകൾ, അങ്ങോട്ടേക്കുള്ള യാത്രകൾ ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബെയിലി പാലത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ അത്തരത്തിലുള്ള പരിശോധനകൾ മാത്രമേ നടക്കുന്നുള്ളൂ. കൂടാതെ അങ്ങോട്ടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളുമാണ് പോലീസ് നടത്തുക. ഏതായാലും അവിടെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം അവരെല്ലാവരും പരിശോധിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത്, മണ്ണിടിച്ചിൽ തന്നെയാണോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് അധികൃതരും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലായി ഈ പാറക്കെട്ടുകളിൽ മണ്ണ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഴുവനായി താഴേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും വലിയ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന മണ്ണിടിച്ചിൽ ആവാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. അത് തന്നെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പുന്നപ്പുഴയിൽ ഇത്തരത്തിൽ തെളിവെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ഈ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ രണ്ടിലേതോ ഒന്ന് സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പാലത്തിന് സമീപത്തും ഒക്കെ നല്ല ഒഴുക്കുണ്ടാവുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ആരും ആ പ്രദേശത്തേക്ക് ഇപ്പോൾ സന്ദർശിക്കാൻ പോകരുത് എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. ഈ വാർത്ത കേട്ടിട്ട് ആ പ്രദേശത്തേക്ക് ആരും ഇപ്പോൾ അങ്ങോട്ട് ചെല്ലേണ്ടതില്ല. അവിടെ എല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ അവിടെയുണ്ട്. ആരും തത്രപ്പെട്ട് തിടുക്കപ്പെട്ട് ഈ കുത്തൊഴുക്ക് ഉള്ള ഈ പുന്നപ്പുഴയുടെ ഭാഗത്തേക്ക് വരരുത് എന്ന് പ്രേക്ഷകരോട് നമ്മൾ പറയുകയാണ്. നമുക്കിപ്പോൾ അവിടെ ഒരു ജാഗ്രത വേണം എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പാലം ഇപ്പോൾ സുരക്ഷിതമാണ്. പാലത്തിന് അക്കരക്കരയിൽ കുറച്ച് തൊഴിലാളികളുണ്ട്. അവരും അല്പസമയത്തുള്ളിൽ ഇങ്ങനെ തിരിച്ചു മടങ്ങി വരും. ഒരുപക്ഷെ മഴ തോന്നാൽ ഈ കുത്തൊഴുക്ക് നിലയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അധികം ആളുകൾ വരരുത്. കാര്യം ട്രാഫിക് ജാം അവിടെ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുന്ന പക്ഷം അവിടേക്ക് വാഹനങ്ങൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിലവിൽ ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. പുഞ്ചിരിമട്ടത്തോ വെള്ളരിമലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ നിന്ന് ഒരുപക്ഷെ മണ്ണിടിഞ്ഞു വന്നതാകാം എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. പുന്നപ്പുഴയിൽ ഇപ്പോൾ പക്ഷേ ഒഴുക്കിന് ശക്തി കൂടുതലാണ്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രതിനിധി ദീപക് അവിടെ എത്തി കൂടുതൽ വിഷ്വൽസ് പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യും. ബെയിലി പാലത്തിൻ്റെ അക്കരക്കരയിലാണ് ഇപ്പോൾ കുറച്ച് തൊഴിലാളികളുള്ളത്. അവർ അവിടെ കുറച്ച് ലയങ്ങളിൽ അവിടെ താമസിക്കുന്നവരും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളെ മുഴുവൻ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ പഞ്ചായത്തിലേക്ക് മുണ്ടക്കയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായിരുന്ന ആളുകൾ മുണ്ടക്കയിൽ നിന്ന് അവർ മാറ്റിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമുക്കവിടെ നിന്ന് മാറ്റാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആശങ്ക വേണ്ടതില്ല. പക്ഷേ ആ വെള്ളം വരുന്ന വരവ് കാണുമ്പോൾ വളരെ ശക്തമായ ഒഴുക്കാണ്. കാര്യം ഇന്നലെ മുതൽ കനത്ത മഴയായിരുന്നു. ഇപ്പോഴും നല്ല മഴയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്യുന്നതിലാണ് അല്പം ആശങ്കയുള്ളത്, അല്ലേ സാനിയോ? മഴ തുടർച്ചയായി പെയ്യുന്നത് ഒരു ആശങ്ക തന്നെയാണ്. കാരണം അവിടെ പലയിടങ്ങളിലായി, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലായി മലമുകളിലും മറ്റും മണ്ണിങ്ങനെ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ പൊട്ടിയതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ പൊട്ടി ഒഴുകുന്നത് ബാക്കിയായ അവശിഷ്ടങ്ങളുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. അപ്പോൾ മഴ ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അതൊക്കെയും താഴോട്ട് വന്നൊരു പ്രയാസം സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ അപ്പോഴും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയ്ക്ക് നല്ല വീതിയുണ്ട്. അതുകൊണ്ട് പേടിക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുഴയ്ക്കപ്പുറത്തെ ലയങ്ങളിൽ താമസിക്കുന്ന ചില ആളുകളുണ്ട്. അവരെയും കൂടി ഇപ്പോൾ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. അവർക്ക് സുഖമായി ആ ബെയിലി പാലത്തിന് മുകളിൽ കൂടെ തന്നെ പോരാവുന്നതേ ഉള്ളൂ. മറ്റ് പ്രയാസങ്ങൾ അവിടെ ഇല്ല. പക്ഷേ ഇത്തരത്തിൽ മഴ കനക്കുകയാണ് വയനാട്ടിൽ എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ സാധ്യതയുള്ളൂ. പക്ഷേ മറ്റ്